ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. മോർണിംഗ് എല്ലാവരും, എൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരും പോയിണ്ടാവും. സമയം ഇപ്പം കുറച്ച് സമയമായി, 10 മണി കഴിഞ്ഞ് നമ്മളെ ചോറും കറിയില്ലായിട്ടോ. നമ്മളിന്ന് എന്താ പറയുക, ഉരുളക്കിഴങ്ങും തക്കാളി സോയാബിയൊക്കെ ഇട്ടങ്ങനെ വറുത്തരച്ച് നല്ല ചിക്കൻ കറി മാതിരി അങ്ങ് വെച്ച് രാവിലെ പത്തിരിയും ചുട്ട് പിന്നെ ചോറും വെച്ച് പത്തിരിക്ക് ഞാൻ ഉണ്ണിയേട്ടൻ ഈ കറി അവിടെ കൊണ്ടുപോയി കൊടുത്തപ്പോൾ ഉണ്ണിയേട്ടൻ ആ കറിയിലേക്ക് നോക്കി, ഇനിയൊന്ന് നോക്കി. ആ നോട്ടത്തിൻ്റെ അർത്ഥം എന്താ മനസ്സിലായോ? എനിക്ക് മനസ്സിലായി. അപ്പം തന്നെ മൂപ്പരെ ചോദ്യം, ഇന്ന് ഉച്ചത്തേക്കും കൂടി ആയല്ലോ എന്ന്. ഉച്ചത്തേക്കും കൂടി കിടക്കാക്കി വെച്ചാൽ അപ്പോൾ പത്തിരിക്ക് നല്ല രസമുണ്ട്. നമ്മൾ ഉരുളക്കിഴങ്ങ് തക്കാളിക്കിട്ട് കുറച്ച് സോയാബീൻ നല്ല തിളപ്പിച്ച് പീഞ്ഞ് വെള്ളമൊക്കെ വാറ്റി കുറച്ച് നെയ്യിൽ ഇങ്ങനെ വാട്ടി. വീഡിയോ ഒന്നും എടുത്തില്ല, നേരം ഉണ്ടായില്ല. പോകുമ്പോഴത്തേന് മോനുണ്ടേന് ചായക്കൊക്കെ ഉണ്ടേന്. അപ്പോൾ പത്തിരിപ്പണി എനിക്ക് വലിയ ചൊറിഞ്ഞ പണിയാണ്. കാരണം അതൊന്നും എടുക്കാണ്ട് ശീലമായിട്ട്, വെറും ചപ്പാത്തി കുഴച്ച് ചുട്ട് ശീലമായിട്ട് പത്തിരിക്ക് വാട്ടി അത് ചൂടണയാൻ വെക്കണം, അങ്ങനെയുള്ള ഒരു തൊന്തരപ്പാടിലൊക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആണേ എന്തേ എന്ന് വെച്ച്, ഒന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മൂപ്പര് പത്തിരിയൊക്കെ കഴിച്ചിട്ടോ. അപ്പോൾ മോൻ പറഞ്ഞു, നല്ല രസമുണ്ടമ്മേ, നല്ല ചിക്കൻ കറിയും പത്തിരിയും കഴിക്കണ മാതിരി ഉണ്ട്. അപ്പോൾ സൂപ്പറായി. അപ്പോൾ പിന്നെ നമ്മൾ ചോറായി, കൊണ്ടാട്ടമുളക് വറുത്ത് പപ്പടം പൊരിച്ച്, പിന്നെ നമ്മളെ മോരുണ്ട് ഇവിടെ, അതെന്തെങ്കിലും ആക്കും. പിന്നെ നമ്മൾ ഇന്നലെ ഒരു പെട്ടി കാരക്ക കൊണ്ട് വെച്ചിരിക്കുന്നത്, അത് നമുക്ക് അച്ചാറിടേണ്ടതുണ്ട്. ആ അച്ചാറിടുമ്പോൾ എന്തായാലും ഞാൻ വീഡിയോ പിടിക്കുന്നതായിരിക്കും. അപ്പം എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ചായ കഴിച്ചോ? എന്ത് ചായക്ക് കനം എല്ലാവരുടെ വീട്ടിലും ഇന്ന് ഇഡ്ഡലിയല്ലേ. ചിലർ വീട്ടിൽ സാമ്പാറും ഇഡ്ഡലി ആയിരിക്കും, ചിലർ വീട്ടിൽ ചട്നി ഇഡ്ഡലി ആയിരിക്കും, ചിലർ വീട്ടിൽ ദോശ ആയിരിക്കും. അങ്ങനെ പല ഉപ്പുമാവ് തിരക്ക് പിടിച്ച് പോകുന്നവരാണെങ്കിൽ വേഗം ഒരു ഉപ്പുമാവ് അങ്ങോട്ടുണ്ടാക്കി അങ്ങനെയൊക്കെ ചടപടാന്ന് പണികൾ കഴിച്ച് പോകുന്നവരായിരിക്കും. എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. എല്ലാവർക്കും സുഖമായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും സുഖമാണെന്നും സുഖമായിട്ടിരിക്കണേന്നും ഇന്നത്തെ ദിവസം നല്ല സന്തോഷകരമായിട്ടിരിക്കട്ടെ എന്നും ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും നമ്മളെ വീഡിയോ തുടങ്ങട്ടെ. ഈ സുപ്രഭാതം പറഞ്ഞുകൊണ്ട് നമ്മളങ്ങോട്ട് നമ്മളെ കഥയിലേക്ക് അങ്ങോട്ട് പോകും. നമ്മളെ കഥ പറഞ്ഞാലോ? കഥ പറയാട്ടോ. നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, നമ്മളെ ഫുഡ് വീഡിയോ, ഒരു പച്ചക്കറി വെക്കണത്. അപ്പം രസമില്ലാന്ന് വിചാരിക്കരുത്, കുറച്ച് കോമഡി കലർന്നുകൊണ്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം എല്ലാവരും പോയി കാണണം. ഞാൻ ആ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇട്ടില്ല. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോവാം. ഇന്നലെ നമ്മളെ ശാലിനി മോള് പുതച്ചു മുടി കിടന്ന്, പിന്നെ സാബുമോന് എന്താ അവസ്ഥ? പോയോക്കാ. അങ്ങനെ സാബുമോ എങ്ങനെയോ തിരിഞ്ഞു മരണം കിടന്ന് ഉറങ്ങി. പുലർച്ചെ 4 മണിയാവുന്നതിൻ്റെ മുന്നേ ഒരു 3:45 ആകുമ്പത്തിന് ഉണർന്നിട്ടില്ലേ ഓൻ്റെ മനസ്സിൽ. ഓൻ ആ കർട്ടനിട്ട കുലായിലിട്ട കിടക്കണ വാതിലില്ലേ, ഒരു കർട്ടനേ ഉള്ളൂ. നമ്മളെ ശാലിനി മോൾ ഇങ്ങനെ കർട്ടൻ നീക്കിങ്ങാണ്ട്, സാബു ഇപ്പം എന്താ തോന്നണത് അത് ചോദിക്കണമായിരിക്കും. അങ്ങനെ തോന്നിയിട്ട് ചെക്കന് എല്ലാം കൂടി വട്ട് പിടിക്കണ അവസ്ഥ. അപ്പോൾ ഇങ്ങനെ അവൻ വിചാരിക്കണേ, ശാലിനിയുടെ സംസാരമൊക്കെ എന്ത് രസമാണ്, എന്തൊരു ഇപ്പോഴും ആ കുട്ടിത്തവും കുട്ടികൾ ഇന്നും വിട്ടില്ല. അപ്പോൾ ശാലിനി എന്തൊരു സുന്ദരിയായിട്ടാണ് വളർന്നിരിക്കുന്നത്. പിന്നെ അവളെ കുട്ടിക്കാലം അവനെ ഓർക്കുകയാണ്, എല്ലാം കൂടി അവനെ ഓർത്തിട്ട്. അപ്പോൾ അങ്ങനെ അവൻ മനസ്സിലാക്കുക, ശാലിനി എന്നെ ഇഷ്ടമാണെന്ന് പറയണേ. ശാലിനി എനിക്ക് ഇഷ്ടമൊക്കെയാണ്, പക്ഷെ എൻ്റെ ജീവിതത്തിലേക്ക് ഞാനൊരു പെണ്ണിനെ ക്ഷണിക്കണമെന്നൊന്നും ആഗ്രഹിക്കണില്ല. ശാലിനിയോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ കല്യാണത്തിന് വന്നത്. കാരണം ആ റഷീദിൻ്റെ കത്ത് കിട്ടിയിട്ട് എന്താ വെച്ചാൽ, കണ്ട മാപ്പിളച്ചക്കനൊന്നും ശാലിനെ നോക്കരുത്, ശാലിനെ ശല്യപ്പെടുത്തരുത് എന്ന് കരുതി അവൻ വന്നിട്ടുണ്ടെങ്കിൽ അവൻ തെറ്റായ രീതിയിൽ അവിടെ പ്രവർത്തിക്കേണ്ട അവന് ഒന്ന് പൊട്ടിക്കാന്നുള്ള മൂഡിലാണ് വന്നത്. പക്ഷെ ശാലിനെ പ്രണയിക്കണം, ശാലിനി അവനെ പ്രണയിക്കുന്നുണ്ടെന്നൊന്നും അവനറിയില്ല. പക്ഷെ ഇപ്പോൾ അവൻ്റെ അവസ്ഥ അങ്ങനത്തേക്കൊരു മൈൻഡിലേക്ക് വന്നപ്പം വിചാരിക്കുക, ശാലിനെ ഇഷ്ടമാണെന്ന് പറയണേ. ശാലിനെ പോലത്തെ ഒരു പെൺകുട്ടീനെ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ക്ഷണിക്കാറുണ്ടാൽ ഏറ്റവും വലിയ ഭാഗ്യമാണ്. പക്ഷെങ്കിൽ എൻ്റെ ക്യാരക്ടർ ഒരു പെൺകുട്ടികളെ ഇഷ്ടപ്പെടില്ല, പക്ഷെ ശാലിനെ ഇഷ്ടപ്പെടില്ലേ? അപ്പോൾ എന്തുകൊണ്ടൊക്കെ അവളെ ഇഷ്ടപ്പെട്ടുകൂടാ? പിന്നെ അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ ഇഷ്ടമാണ് അവൾക്ക്. അപ്പോൾ അവൾക്ക് എൻ്റെ ക്യാരക്ടറൊക്കെ അറിയാലോ. അങ്ങനെ ശാലിനി എന്നുള്ളൊരു മന്ത്രം അവൻ്റെ മനസ്സിൽ. ശാലിനെ അവന് ഇഷ്ടമായി. ഇഷ്ടം എന്ന് പറഞ്ഞാൽ അവളോടൊരു എന്തെന്നില്ലാത്ത അവളെ ആ കളിയും ചിരിയും കുറുമ്പും ഒക്കെ കുഞ്ഞിലെ കാണണം. എന്നാലും ഇപ്പോൾ വലുതായിട്ടും അവനോടുള്ള ഇഷ്ടം, മമത. അവൾ വന്നിട്ട് അവളെ മുഖമൊരു ആ കൈക്കൂമ്പിളിൽ ഇങ്ങനെ പിടിക്കണം എന്നൊക്കെ അവന് അപ്പോൾ തോന്നുക. പക്ഷെ ആളില്ലേ, എടുത്തു വന്നപ്പോൾ ഒന്നും തോന്നിയില്ല. അവൾ സുഗന്ധം ശ്വസിച്ചോളൂ. അപ്പോൾ അവനില്ല. അവൻ വിചാരിക്കുക,
ശാലിനെ ഇഷ്ടമാണ് എനിക്ക്, ശാലിനെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്നാൽ പുലർച്ചയ്ക്ക് അവനൊരു ദൃഢനിശ്ചയത്തിൽ അങ്ങോട്ട് മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ശാലിനി എന്ന മന്ത്രം അവൻ്റെ മനസ്സിൽ ഉരുവിട്ട് അവൻ ശാലിനിനെ പ്രണയിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. പിന്നെ ആൾക്ക് കടന്നിട്ടൊന്നും കടപ്പില്ല, ഉറക്കൊന്നും വന്നില്ല. അങ്ങനെ എങ്ങനെയെങ്കിൽ നേരം വെളുത്ത് ഒരു 5 മണിയാകുമ്പോൾ കോഴി അവിടെ നിന്ന് ഇവിടുന്ന് കൂകിയപ്പോൾ അവന് സമാധാനം കിട്ടി. അവൻ 5 മണിക്ക് തന്നെ എണീച്ച് പിന്നെ പോയി പല്ലൊക്കെ തേച്ച് പല്ല് തേച്ച് കഴിഞ്ഞതിന് ശേഷം പല്ല് തേച്ച് മുഖമൊക്കെ കഴുകി ഷർട്ടിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അമ്മ മുറ്റടിച്ച് തരുന്നുണ്ട്. മോനെ എന്ത് ഇത്ര നേരത്തെ എണീച്ച്? അപ്പം അതൊന്നുമില്ല അമ്മേ, അവിടുന്ന് നേരത്തെ എണീച്ചില്ല ശീലമല്ലേ, അതുകൊണ്ട് ഞാൻ ആ ശീലത്തിൽ നീച്ചു പോയതാണ്. മോനെ ചായ വേണോ? അമ്മ പിന്നെ ചായ ആക്കി തരാറിയ പോരെ. വേണ്ട, ഞാൻ പുറത്തേക്ക്. ഇപ്പോഴോ? ഈ മഞ്ഞത്തോ? അത് സാരല്ലേ, ഞാൻ ഒന്ന് റൂട്ടുമ്പിലൊക്കെ പോയി വരാം, അവിടെ കടകളൊക്കെ തുറന്നിട്ട് അവിടെ നിന്ന് വേണം ചായ കുടിക്കാൻ. വേണ്ട, അമ്മ ഇവിടെ നിന്ന് തിളപ്പിച്ചേരുണ്ട്, അവിടെ പോയി ഒന്ന് കുടിക്കണ്ട. അല്ലമ്മേ, ഒന്ന് നടന്നാട്ടെ, അവിടെ നിന്നൊക്കെ ഇങ്ങനെ പണിയെടുത്ത ശീലമല്ലേ, പിന്നെ ഇപ്പം ഇങ്ങനെ ഇരുന്നിട്ട് ഇരിക്കൊരു ഇല്ലാത്തൊരു തഞ്ചക്കേട്, അപ്പോൾ ഞാനൊന്ന് നടന്നു വരാമെന്ന് പറഞ്ഞു. ഓനും അങ്ങനെ നടക്കും. നേരെ റോട്ടിലെത്തി. അപ്പം ഇവിടെ ചായപ്പീടികളൊക്കെ ഇങ്ങനെ തുറക്കുന്നേ ഉള്ളൂ. എങ്ങനെ ഓനെ അവിടെ റോട്ടിൽ കൂടെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് പിന്നെ ഒരു ചായപ്പീടിയ കയറി. അപ്പം അവിടെയുള്ള അയാൾ ചോദിക്കും, ചായക്കൊക്കെ ഇങ്ങനെ വെള്ളം അങ്ങനെ തിളച്ച് വരുന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ചോദിക്കും, എന്തേ ചായ വേണോ? അപ്പം പറയും, ഒരു നല്ല കട്ടൻ കാപ്പി തന്നേക്കെന്ന് പറയും. അപ്പോൾ അയാൾ വേഗം അവന് കട്ടൻ കാപ്പിയാക്കിയിട്ട് കൊടുത്തിട്ട് ചോദിക്കും, ബിസ്ക്കറ്റ് എന്തെങ്കിലും വേണോ? കടി കാര്യങ്ങളൊന്നും ആയില്ല. അവർ ഒന്നും വേണ്ട, അത് മതി എന്നറിയാം. അവൻ കുടിച്ചിട്ട് അവനവിടെ ഇരിക്കുക. ഒന്ന് നേരം വെളുത്തോട്ടെ, തിരിച്ചു വരുമ്പോൾ ശാലിനിനെ കാണാം. ശാലിനിനെ കാണണം എന്നുള്ളൊരു മൈൻഡാക്കി ആ പെണ്ണ് ആ ചെക്കനെല്ലാം കൂടി വട്ടി പിടിപ്പിച്ച്, അത്ര തന്നെ. അങ്ങനെ അവൻ 6:15 ഇപ്പോൾ തിരിച്ച് റോട്ടുമ്പോൾ നിങ്ങൾ തിരിച്ച് 6:30 ആകുമ്പത്തിന് ശാലിനീൻ്റെ മുറ്റത്തെത്തും. അപ്പോൾ ശാലിനീൻ്റെ മുറ്റത്തെത്തിയാൽ ശാലിനീൻ്റെ അമ്മ ഉണ്ടാവും മുറ്റടിച്ചിരുന്നു. ശാലിനി ഒന്നും ഉണ്ടാവില്ല. വരുന്ന വഴിക്ക് നമ്മളെ റോഡ് അവിടെ റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി ഇടവഴിക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാവും വീണും പിന്നെ പാമ്പും കൂടി സൈക്കിളിന് പോണത്. അവരവരെ കട തുറക്കാൻ പോണത്. അപ്പോൾ അവരെ കണ്ട് പിന്നെ ഒന്ന് ചിരിച്ച് സാബും ഇങ്ങോട്ടും വന്ന് അവർ സൈക്കിളില്ല, അവരങ്ങോട്ടും പോയി. അങ്ങനെ ഓരോ കുലയിലേക്കൊക്കെ നോക്കുമ്പോൾ ആരുമില്ല. നമ്മളെ ശാലിനി മോളുണ്ട്. എന്താ പറയുക, സാബു എന്ന സ്വപ്നഭൂമത്തേൽ കിടന്ന് അവൾ സുഖമായ നിദ്രയിൽ ഉറങ്ങി തിമിർത്ത്. ഇവനാണെങ്കിൽ ഉറക്കില്ലാത്ത അവസ്ഥയിലേക്കും കൊണ്ടെത്തിച്ചിട്ട് ഇവൾ നല്ല പരമഞ്ചത്ത് കിടന്ന് ഉറങ്ങി. അതന്നെ. അങ്ങനെ 7 മണിയായപ്പോൾ എണീച്ച് വന്ന് പല്ലൊക്കെ തേച്ച് കിണറ്റിക്കരയിലേക്കൊക്കെ നോക്കി, വല്ല സാബു അവിടെ എങ്ങാനുണ്ടോ? സാബു അവിടെ ഉണ്ടല്ലോ. അപ്പം പിന്നെ അങ്ങോട്ടേക്കൊക്കെ ഒരു നോട്ടൊക്കെയാണ്. അങ്ങനെ അവൾ ബക്കറ്റും കുടമുണ്ട് കാലിയൊക്കെ കിടക്കണേ, അല്ലെങ്കിൽ അതിലൊക്കെ വെള്ളം ഉണ്ടാവും. അപ്പോൾ ചോദിക്കും, അമ്മേ വെള്ളം കൊണ്ടുവച്ചില്ല? പറഞ്ഞു, മോളെ ആത്തപ്പൂച്ചട്ടിയിലൊക്കെ അച്ഛൻ കൊണ്ടുവച്ച്. പിന്നെ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത്, ആ സുഗന്ധീൻ്റെ വീട്ടിലൊക്കെ ആൾക്കാർ ഓരോ കുടുംബക്കാരൊക്കെ വന്നിട്ടുണ്ട്. അച്ഛൻ ഇങ്ങനെ വെള്ളം നിറയ്ക്കുമ്പോൾ 2 പെണ്ണുങ്ങളുണ്ടായിട്ട് മോശത്തരം. ഞാൻ ഏട്ടനോട് പറഞ്ഞു, ഏട്ടാ മതി കേട്ടോ, ഒരു കണ്ടാൽ മോശത്തരാണ്, ഞങ്ങൾക്ക് മോശത്തരാണ്, നിങ്ങൾ ഇനി നിറയ്ക്കേണ്ട പറഞ്ഞിട്ട് അച്ഛൻ പോയതല്ലേ, അച്ഛൻ നിറച്ച് ഇടും. പിന്നെ എന്നറിയാം, അല്ലെങ്കിൽ ഇതിന് അച്ഛൻ അവിടെ വെള്ളം നിറയ്ക്കണേ, ഞാൻ നിറക്കില്ല. ഇവളറി, ഈ നിറക്കുക, ഈ ഒരു ദിവസം നിറച്ചാൽ പിന്നെ ആ ബൈക്ക് തിരിഞ്ഞു നോക്കില്ല, എനിക്ക് കുളിക്കാൻ വെള്ളം ഉണ്ടെങ്കിൽ ഈ തിരിഞ്ഞു നോക്കില്ല, ഈ ഇപ്പോൾ വെള്ളം ലേറ്റല്ല ഇപ്പോൾ ചോദിച്ചത്. അല്ല അമ്മ ഞാൻ കൊണ്ടുവരാം, അതിനിപ്പോൾ എന്താ ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഇവൾ വിചാരിക്കാം സാബും ഉണ്ടാവില്ല, അവന് ഉറങ്ങിയിരിക്കും. ഇവ ഉറക്കല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണമെന്ന് പിന്നെ ഇവക്കറിയില്ലല്ലോ. ഇവൾ കുറച്ച് നേരം തിരിഞ്ഞിരിക്കും. അപ്പോൾ അമ്മയ്ക്ക്, മോളെ ഇന്ന് സ്കൂളിൽ പോകണ്ട? അമ്മ ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, പിന്നെ ഇന്ന് പോകണം, ഇനി നാളെ മറ്റന്നാളും അല്ലേ കല്യാണം, ടീ പാർട്ടിയൊക്കെ. അപ്പോൾ ഡ്രസ്സ് അടിച്ചത് മേടിക്കാനുണ്ട് റഷീദിൻ്റെ കടയിൽ. ഉച്ച വരെ പോയിട്ട് ഉച്ചയ്ക്ക് ശേഷം ലീവാക്കിയിട്ട് അതൊക്കെ മേടിച്ച് വരണം എന്നൊക്കെ പറയും അമ്മേൻ്റെ അടുത്ത്. അമ്മ എന്നെ എന്തായാലും സുഗന്ധീൻ്റെ വീട്ടിൽ പോകണിട്ട് അമ്മ. അന്ന് പോവും, ഞാൻ പോകും, എന്തായാലും പോകുന്നൊക്കെ അമ്മ പറയും. അപ്പോൾ ഇവളെയായിരിക്കും ഇനിയിപ്പം നേരം വൈകൂലേ, സാബു ഉണരുന്ന നോക്കിന്നാൽ വെള്ളം നിറക്കട്ടെ ചോദിച്ച് എപ്പോഴും ബക്കറ്റ് എടുത്ത് നോക്കുമ്പോൾ അമ്മ പറയും, 2 നിറച്ചൊന്നും കൊണ്ടുവരണ്ട, പിന്നെ പകുതിയച്ച കൊണ്ടുവന്നാൽ മതി. അമ്മ ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ല, എനിക്കറിയാം അങ്ങനെ കൊണ്ടുവരണമെന്ന്, നിങ്ങൾ മിണ്ടാണ്ട് അവിടെ ഇരുന്നോളി എന്നൊക്കെ പറയും. അപ്പോൾ ചോദിക്കും, മോക്കിന് ചോറാക്കണം അമ്മ എന്നാൽ പിന്നെ എന്തൊക്കെ. അപ്പോൾ പറയാം, അമ്മ ചോറാക്കിയില്ല? അല്ല ചോറ് അടുപ്പത്തുണ്ട്, കറിയൊക്കെ വേഗം തിരക്കിട്ട് വെക്കണം. വേണ്ട അമ്മ, ഞാൻ ഇവിടെ വന്നിട്ട് കഴിച്ചോണ്ട് അമ്മ ആക്കത്തിൽ വെച്ചോണ്ട്. അല്ലേ അമ്മ വേഗം കറിയൊക്കെ വെച്ച, അമ്മ പിന്നെ പണി കഴിഞ്ഞില്ല എന്ന് സുഗന്ധീൻ്റെ വീട്ടിലേക്ക് പോകില്ല എന്നൊക്കെ അവൾ പറയും. ഇല്ല ഞാൻ എന്തായാലും വേഗം പോകും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവൾ വൈകുന്നേരം വന്നിട്ട് അവൾ നല്ല പാടും ബസ്സൊക്കെ അയച്ചിട്ടിട്ട് പിന്നെ അവിടെ നിന്ന് ഇടുന്ന ഒരു മുക്കാസ്കെട്ട് പാവാടയും പിന്നെ ബ്ലൗസൊക്കെ ആക്കിയിട്ടുണ്ടാവട്ടെ. അപ്പം നമ്മളെ ശാലിമോള് നല്ല സുന്ദരിയായിരിക്കും, കാലും കൈയൊക്കെ നല്ലോണം കാണും, നല്ല വൃത്തിക്ക്. അങ്ങനെ അവൾ ബക്കറ്റും ചൊപ്പടും ആട്ടിങ്ങനെ പഞ്ചായത്ത് കിണറിലേക്ക് അങ്ങോട്ട് പോകുമ്പോൾ നമ്മളെ സഭ മുറ്റത്ത് നിന്ന് കാണും. ഓനെ സമാധാനം കിട്ടും. വേഗം എന്ത് ചെയ്യുന്നറിയാം,
കുലായിലായാലും വലിയ തോർത്തുണ്ട്. ആ തോർത്തുണ്ട് എടുത്തുങ്ങണ്ട് ഇങ്ങനെ തോളിലിട്ടുങ്ങണ്ട് ശാലിനി ആ കിണറിങ്ങനെ ഫുൾ തടാണ്. തേച്ച് മിനിക്ക് നല്ല പഞ്ചായത്ത് കിണറാണ്, എല്ലാവർക്കും വെള്ളം കള്ള കിണറാണ്. അപ്പോൾ പിന്നെ അതിന് കപ്പിയൊക്കെ ഉണ്ട്, അങ്ങനെ ഇതിൻ്റെ തൂണൊക്കെ ആയിട്ട്. പിന്നെ തൂണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങക്കൊക്കെ മനസ്സിലായിണ്ടാവും വിചാരിക്കണേ. അപ്പം പിന്നെ അങ്ങനെ ഇവിടെ ആ കുടം ബക്കറ്റും കാൻറ്റീൻ കറിയിലേക്ക് വെക്കണേ ഉള്ളൂ. അപ്പം ഇടുന്നുണ്ട് സാബു വന്നുങ്ങാണ്ട് ആ കിണറിൻ്റെ മുകളിൽ കയറിയിരിക്കും. അപ്പോൾ അവൾ സാബുവിനെ കണ്ട സാബു വെക്കല്ലേ എന്താ പറയാ, സാബുവിനെങ്ങനെ നോക്കുമ്പോൾ എന്താ സാബു അവളെ നോക്കി നല്ല ചിരിക്കണേ. അപ്പോൾ അറിയാം എന്താ, അപ്പോൾ എനിക്ക് എന്താ കിണറിൻ്റെ മുകളിൽ ഇരിക്കണ്ട, അതിലേക്ക് വീണോ? അവർ വീണോട്ടെ, വേണ്ടാത്ത പറയാ. വേണ്ടാത്ത ആരാ പറഞ്ഞ? ഈയല്ലേ പറഞ്ഞപ്പോൾ കിണറിലേക്ക് വീണോന്ന്. അല്ല അവിടെ ഇരുന്നിട്ട് ഇനിയിപ്പോൾ ഇങ്ങനെ എന്നാന്തൊക്കെ കളിച്ചാൽ അതിലേക്ക് വീണു പോവില്ലേ, അതാണ്. ആ ഞാൻ അതിലേക്ക് വീണാൽ ശാലിനി എന്ത് ചെയ്യും? അപ്പോൾ അറിയാം അതിലേക്ക് വീക്കൊന്നും വേണ്ട, വലിയ കിണർ എന്താ ആഴാന്നറിയാം, വേണ്ടാത്തൊന്നും പറയണ്ട. അപ്പോഴാണ് പറയാം വേണ്ടാത്തൊന്നും പറയണ്ട. അപ്പം പറയാം വേണ്ടാത്ത പറയാം ഞാനല്ലല്ലോ ശാലിനി അല്ലേന്ന്. ആ ശരി ഞാൻ പറഞ്ഞു ശരി. അപ്പം പറയും ശരി എന്നൊന്നും പറയണ്ട, ഞാൻ അതിൽ വീണ ശാലിനി എന്ത് ചെയ്യും, എനിക്കിതറിയണം. അപ്പം ഞാനെന്ത് ചെയ്യാനാ? അപ്പം പറയേ ശാലിനി എന്ത് ചെയ്യും? ഞാനെന്ത് ചെയ്യാനാന്നോ? ഞാൻ അതിലേക്ക് വീണാൽ ഈ എന്താ ചെയ്യുക? ഞാനെന്ത് ചെയ്യൂ? അപ്പം പറയും അതിലേക്ക് ചാടൂലേ, അതിലേക്ക് ചാട്, എനിക്ക് പേടിയാ. അപ്പം പറയും ഇതാ ശാലിനിയുടെ സ്നേഹിക്ക് ഇഷ്ടപ്പെടണ്ടേ? ആ ഇതാണ് സ്നേഹം, ഇങ്ങനത്തെ ശാലിനിയുടെ സ്നേഹം. പിന്നെ ഞാൻ അതിലേക്ക് വീണാൽ അപ്പം ശാലിനി അതിലേക്ക് ചാടണ്ടേ, അതല്ലേ സ്നേഹം? അപ്പോൾ അറിയാം ഞാൻ അതിൽ വീണ സാബു എങ്ങനെ രക്ഷപ്പെടും? ഞാൻ ചത്തുപോകില്ലേ സാബു? എങ്ങനെ ചാവാനാ? സാബു ഇല്ലേ കിണറിൽ? ഞാൻ ആ കിണറിലുണ്ടാവുമ്പോൾ ഈ ചാവൂല, പിന്നെ എൻ്റെ കയ്യിലേക്കല്ലേ ഈ വെക്കുക. ശരി നമുക്കൊന്ന് ചാടി വെക്കുക. അപ്പടികളെ കാരണം ഇങ്ങോട്ടേക്ക് കുടം കൊണ്ടെടുത്ത് കിടക്കിട്ട് നീങ്ങിക്കുക. ഈ ചെക്കനെ വിശ്വാസമല്ല നമുക്ക് ചെറുപ്പം മുതൽക്ക് ചെക്കനിട്ടും പിടിച്ച് കണ്ടിലേക്ക് ഇടുമോ ഓനും ചാടുമോ എന്നുള്ളതിൽ. സാബു കളിക്കല്ലേ? അപ്പം പറയും ഞാൻ വെറുതെ പറഞ്ഞാടിയെന്നറിയും. അങ്ങനെ പിന്നെ ഇവള് വെള്ളം കോരാൻ വേണ്ടി ഇങ്ങനെ കിണറ്റിലേക്ക് ഇങ്ങനെ ഇതിടുക. ഇടുമ്പോൾ പിന്നെ വെള്ളം ഇങ്ങനെ കോരും. അപ്പോൾ അവൻ ചോദിക്കും ശാലിനി ഉറങ്ങിയോ? അപ്പോൾ അറിയാം ആ ഉറങ്ങി. സാബു ഉറങ്ങിയില്ലേ? എടിക്ക് ഉറക്കം വന്നില്ല. അതെന്തേന്നോ എല്ലാ പൊല്ലാപ്പും ഉണ്ടാക്കിങ്ങാണ്ട് പോയി കടന്നുറങ്ങി, മറ്റുള്ളവർക്ക് ഉറക്കൂല്ലേ. അപ്പോൾ ചിരിച്ചിട്ട് എന്തേ സാബുവിനപ്പോൾ പിന്നെ എന്താ തോന്നിയേ? ഉറക്കല്ലാണ്ട് സാബുവിന് എന്താ തോന്നിയേ? അപ്പോൾ പറയും എന്താ തോന്നി? ഞാൻ പറയാം ഇപ്പം. അപ്പോൾ സാബുവിന് ഇപ്പം എന്താ തോന്നണത് എന്നെങ്ങനെ ചോദിക്കാം. ഇപ്പം എന്താ തോന്നണത് ഞാൻ പറയട്ടെ? അപ്പോൾ വളരെ ആ പറയേ, എനിക്കിപ്പം തോന്നണത് നിറങ്ങേണ്ട ഓളം നോക്കും. ആ പറയേ, എനിക്കിപ്പം തോന്നണത് ശാലിനി ഇവിടുന്ന് കെട്ടിപ്പിടിക്കാനാ തോന്നണമെന്ന് പറയും. അപ്പോൾ പറയും അയ്യോ വേണ്ടട്ടോ. എന്താ ഇനിയിപ്പം അങ്ങനെ പറയണേ? ഇന്നലെ ഞാൻ ശാലിനി എനിക്ക് പിന്നെ ഒന്ന് സ്മെല്ല് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ചെയ്തോളം പറഞ്ഞില്ലേ? ഇപ്പം എന്താ എനിക്ക് കെട്ടിപ്പിടിക്കണം തോന്നണത്? അപ്പോൾ വേണ്ട പറയണത്? ഇതൊക്കെയാ സ്നേഹം? അയ്യേ ഇവിടുന്ന് കെട്ടിപ്പിടിക്കാൻ പറ്റുമോ സാബു? അതെന്നാലും ഇവിടെ റൂമിലല്ലേ തന്നെയോ, ഇത് പുറത്തല്ലേ ആരെയും കാണൂലേ? എനിക്കതൊന്നും അറിയണ്ട ശാലിനി. സാബു എന്തേ വിചാരിച്ച സാബുനെ നടക്കണം? അപ്പോൾ അവൾക്ക് പേടിയുള്ളറിയോ ഞാൻ കൊടോ കൊടുത്ത് എപ്പോൾ പോകട്ടോ കൊടുത്തത്. അപ്പോൾ പറയും ഞാൻ വെറുതെ പറഞ്ഞ ശാലിനി, എനിക്ക് സ്ഥലകാല ബോധമൊക്കെ ഉണ്ട്, ഞാൻ അത്രയ്ക്ക് പൊട്ടനൊന്നല്ല. അപ്പോൾ എനിക്കറിയില്ല സാബുവിന് എന്തെങ്കിലും വിചാരിച്ച് സാബു സാധിപ്പിക്കുന്ന ആളാണല്ലോ ചെറുപ്പം മുതൽ, അതുകൊണ്ടുള്ളൊരു പേടിയാണ് സാബു. പേടിക്കാൻ സാബു എനക്കറിയാം. എനിക്ക് ഈ വെള്ളം നോക്കി കിണറിനൊന്ന് നോക്കി അതിൻ്റെ ആഴം നോക്കി അതിന്ന് വെള്ളം കോരിയെടുക്കാനൊക്കെ എനിക്ക് കഴിയൂല. എൻ്റെ അച്ഛനും എൻ്റെ അമ്മയ്ക്ക് കുളിക്കാനുള്ള വെള്ളം വരെ കൊണ്ടുത്തരുന്ന ആൾക്കാരാണ്. എൻ്റെ അമ്മ കൊണ്ടുതരാന്ന് പറഞ്ഞാൽ ഞാൻ സാബുവിനെ കാണാൻ വേണ്ടിയിട്ട് കൊടും ഒക്കെ ആയിട്ട് വന്നതറിയോ? ആണോ? എന്നാൽ അങ്ങോട്ട് മറക്ക് നിറഞ്ഞങ്ങോട്ട് വന്ന് ഈ കയറിങ്ങോട്ട് വാങ്ങി കപ്പി കയറ് വെള്ളം ഇങ്ങനെ കോരി ഒഴിച്ചു വെക്കുമ്പോൾ ഇവിടേക്ക് സാബു എന്തേ സാബുവിനപ്പം എന്നെ ഇഷ്ടമായി. അന്നയ്ക്ക് ഇഷ്ടമൊക്കെയാണ് എനിക്ക് ചെറുപ്പം മുതലേ അന്നെ ഇഷ്ടമാണ്. പക്ഷെങ്കിലും ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണിനെ വിളിക്കണമെന്നൊന്നും വിചാരിച്ചില്ല. ഒരു പെണ്ണും എൻ്റെ ജീവിതത്തിലേക്കും ഏന്തി വെക്കണമെന്നും ഞാൻ വിചാരിച്ചില്ല. ഇപ്പം അല്ലേ അപ്പോൾ ചോദിക്കും
ഇപ്പം സാബുന് അതിനെ പോകാൻ പറയും. ഇപ്പം എനിക്ക് എന്താണെന്നറിയില്ല എൻ്റെ മൈൻഡ്. അപ്പോൾ ചോദിക്കും അവളേക്ക് ഇപ്പം മൈൻഡ് മാറിയിട്ട് എന്നോട് ഇഷ്ടമായോ? അപ്പടി ഞാൻ വെള്ളം കോരുന്ന അങ്ങോട്ട് നിർത്തിയിട്ടോളം നോക്കിയിട്ട് പിന്നെ അല്ല അതല്ല ഞാൻ ഈ വെള്ളം കോരി തരുന്നുണ്ട്. അവളേക്ക് ആണോ? ആണെടി. അപ്പോൾ അവൻ പറയും എടി എനിക്കിപ്പോൾ വല്ലാത്ത അവസ്ഥയാണ്, ഞാൻ ഇന്നലെ ഉറങ്ങിയില്ല, ഞാൻ ഒന്ന് പുലർച്ചയ്ക്ക് എണീച്ച് റോട്ടിൽ പോയി. എനിക്കറിയാം എന്തിനീ വെറുതെ വരുന്ന വയ്ക്കാനാ കാണാം ഈ നല്ല ഉറക്ക്. 5 മണിക്ക് ഞാൻ റോട്ടുമല ആണല്ലേ. ഇതാണ് സാബു ഞാൻ ഒരു പെൺകുട്ടീൻ്റെ ജീവിതത്തിലേക്ക് എത്തി നോക്കാണ്ടിരുന്നത്. ഞാൻ ഇങ്ങനെയൊരു ക്യാരക്ടറാണ്. അതിനിപ്പോൾ എന്താ പറയും എൻ്റെ അവസ്ഥപ്പയ്ക്ക് ശാലിനി ഞാൻ എങ്ങനെയാണ് ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് പോവുക? അപ്പോൾ എന്തേ എനിക്ക് ശാലിനീനെ കാണണം എന്ന് തന്നെ തോന്നണേ. ഇന്നലത്തോണ്ട് ഞാൻ ഈ അവസ്ഥയായി. പിന്നെ ഞാൻ നിന്നെ കൂടുതലായി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് നിന്നെ കാണാണ്ടക്കാൻ പറ്റൂല ശാലിനി. അപ്പോൾ അറിയാം അപ്പം എന്ത് ചെയ്യൂ? അപ്പോഴേക്കും അവളെ കുടന്നിറങ്ങി. അങ്ങനെ അവൾ കുടമായിട്ട് പോകും. കുടമായിട്ട് പോയി കുടം ബക്കറ്റുണ്ടാവും. അപ്പം പറയും നോക്കിപ്പോണേ വികരുതേ നോക്കിപ്പോണേന്നറിയും. അപ്പോൾ അവൻ്റെ അമ്മ വന്നിട്ട് അപ്പോഴേക്ക് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മ പറഞ്ഞേ പിന്നെ അങ്ങോട്ട് കുമ്മനെ അമ്മ നോക്കിത്തരാം. അപ്പോൾ ഞാൻ അവളോട് സംസാരിച്ചിരുന്നപ്പോൾ അവൾക്ക് ഭാരം അത്ര, അവളെ അച്ഛനാണ് അത്ര വെള്ളം കൊണ്ടക്കല്. അച്ഛൻ ഇന്ന് കല്യാണപ്പുരയിൽ ആൾക്കാരുള്ളതിനെ കൊണ്ട് അമ്മ വെള്ളം നിറപ്പിച്ചില്ല എന്നൊക്കെ അവൾ പരാതി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മുക്കി തരാറുണ്ട്, അമ്മ മുക്കി കൊടുത്താൽ. അമ്മോനെ അങ്ങോട്ട് കല്ല അമ്മയ്ക്ക് മുക്കി തരാറ്, അമ്മയ്ക്ക് മുക്കി കൊടുക്കും. അങ്ങനെ അമ്മ രണ്ട് പാത്രം വെള്ളം എടുത്ത് പോയി കഴിഞ്ഞിട്ടാണ് ശാലിനി 2ാമത്തെ ട്രിപ്പ് വരാം. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇവളറിയും എന്നിട്ട് അപ്പോൾ ചോദിക്കും എന്നിട്ട് എന്ത് സാബു എന്തിപ്പോൾ പറഞ്ഞേ എന്തേ പറഞ്ഞേ? അപ്പോൾ സാബു പറഞ്ഞില്ലേ സാബുവിന് എന്തോ ആവണേ. സാബുവിന് എന്തോ ആവുന്നു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ പറയും ഇനിയിപ്പോൾ എന്ത് ചെയ്യടി? ശാലിനി വരും എൻ്റെ കൂടെ. അവളേക്ക് എങ്ങോട്ട്? വയനാട്ടിലേക്ക്. ഇപ്പോഴോ? പിന്നെ ഇപ്പോൾ അതൊക്കെ കുറച്ച് കഴിയണ്ടേ? സാബുവിൻ്റെ വീട്ടിൽ വന്ന് സാബു എന്നെ പ്രണയിക്ക് ഞാനും. എന്നിട്ട് സാബുവിൻ്റെ വീട്ടിൽ വന്ന് എന്നെ പെണ്ണ് ചോദിച്ച് എന്നെ കെട്ടിക്കൊണ്ടുപോകണം സാബു. എടി എൻ്റെ വാസടം തരുള്ളടി എനിക്ക്. പിന്നെ ആ വേണുണ്ടല്ലോ വല്ലാത്ത വിളി ബാബു അങ്ങനെയൊന്നുമില്ല. അവന് പണ്ട് മുതലേ എന്നോട് ഒരു കലിപ്പ. കാരണം വെച്ചാൽ ഇപ്പം ഇന്നലെ ഞാൻ വന്നേ നിങ്ങളെ മുറ്റത്ത് ഞാൻ വന്നത് എന്തിനറിയോ? നിന്നെ കാണാൻ. നീ പറഞ്ഞില്ലേ എൻ്റെ പെണ്ണ് ആണ് നീ എന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ ഇന്നലെ വന്ന് കാണുന്നു, അതുകൊണ്ട് വന്നത്. അല്ലെങ്കിൽ സാബു വരില്ല എനിക്കറിയില്ല. സുഗതിൻ്റെ വീട്ടിലേക്ക് എനിക്ക് വരാൻ ഇഷ്ടമല്ല. എടുത്തന്നെ പറഞ്ഞു എനിക്കറിയാം സാബു, എനിക്കറിയാം. ഞാൻ ആ സന്തോഷം കൊണ്ടാണ് ഞാൻ ഉറങ്ങി. 7 മണി വരെ ഉറങ്ങി. എനിക്ക് സന്തോഷം വന്ന ഉറക്കം. എനിക്കത് ഉറക്കൂല്ലേ. നമ്മളൊക്കെ അത് നീണ്ടു പോവാ വിശേഷം പറയല്ലേ. അപ്പം ഇത്രയും കൂടി പറഞ്ഞിട്ടെ. അപ്പോൾ അവൻ പറയും തെരുവിലടി അന്നെ ആ വേണു തീരെ സമ്മതിക്കില്ലാറ്. അപ്പോൾ എന്ത് ചെയ്യും ശാലിനി? അത് അപ്പോഴല്ലേ സാബു, അപ്പോഴല്ലേ ഒന്നുമില്ല. ഇപ്പോൾ ഇതൊക്കെ അറിയണം. എന്നിട്ട് വേണം എന്നെ സ്നേഹിക്കുക. അല്ലേ ഇപ്പോൾ സ്നേഹിച്ചില്ല? ഇല്ലടി ഞാൻ എന്നെ സ്നേഹിച്ച്. എനിക്ക് നീ എൻ്റെ ജീവിതത്തിൽ എൻ്റെ പെണ്ണ് തന്നെ ആണല്ലോ. ആണ്. ഇന്നാ പിന്നെ കല്യാണത്തിന് ചോദിച്ചിട്ട് തന്നില്ല എന്നുണ്ടെങ്കിൽ ശാലിനി അപ്പം ചോദിക്കും. ശാലിനി സാബു വിളിക്കും. ശാലിനി ഇറങ്ങി വരും. വരടി വരും, എന്തായാലും വരും. സാബു ചെറുപ്പം മുതലേ സാബു എന്നുള്ളൊരു ഇതിൽ ഞാൻ ആഗ്രഹിച്ചിട്ട് ജീവിക്കുന്നതാണ്. സാബുവിനെയാണെങ്കിൽ കല്യാണം കഴിക്കില്ല. ഞാൻ എൻ്റെ കാർത്തികനോടും പറഞ്ഞിടാൻ. ഇന്നലെ കണ്ട ടീച്ചർ അതോ 1.5 ടീച്ചറാണ് കേട്ടോ. ഇപ്പം സാബുവിന് ഇഷ്ടമായ അവളെ. എനിക്ക് ഇന്നലെ അവളെ കൊല്ലാളെ ദേഷ്യൻ്റെ അവളിൻ്റെ പൗരുഷത്തെയൊക്കെ ചോദ്യം ചെയ്തപ്പോൾ എന്നാലും അവളാ സംസാരം കുറച്ചൊക്കെ എന്നെ പിടിച്ചളിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പറയും അത് ഏതാടി നല്ലൊരു ചുറുചുറുക്കുള്ള പെണ്ണാണ്. ആ കഥയൊക്കെ പിന്നെ പറഞ്ഞു തരണ്ടെന്ന് പറയാം. അപ്പോൾ പറയും എന്നാൽ ശരി പോട്ടേക്ക്. അപ്പോൾ ഇത് ലാസ്റ്റ് കൊടാണ്, ഇനി വെള്ളം വേണ്ട. ആണോ? എന്നെ നോക്കി പോണേ വികണ്ടേ. ഇന്ന് പോവോ? ഇന്ന് ഉച്ച വരെ പോകണം. പിന്നെ തയ്ച്ചതൊക്കെ വാങ്ങാണ്ട് ഇതൊക്കെ തയ്ച്ചതൊക്കെ വാങ്ങാണ്ട് എന്ന് പറയും. ആണോ? ഞാൻ വാങ്ങിക്കൊണ്ടുവരണം. വേണ്ട, സാബുവിനെ അറിയില്ല. പിന്നെ ആ റഷീദിൻ്റെ കടയിലാണ് കൊടുത്തത്. റഷീദോ? അവൻ്റെ പിടിയിൽ എന്തിനാ കൊടുത്തേ? അപ്പോൾ അവൻ പറയും ഉളറി റഷീദിൻ്റെ എങ്ങനെ സാബുവിനെ അറിയോ? ഓർമ്മയിലിട്ട് അതൊക്കെ ഞാൻ എന്നോട് പറഞ്ഞു തരണ്ടേ. പറഞ്ഞു തരണേ. അപ്പോൾ ഇനിയിപ്പോൾ എപ്പോഴാണ് കാണുക? അപ്പോൾ അവൻ പറയും ശാലിനി എപ്പോൾ കാണണം എന്ന് വിചാരിച്ചോ അപ്പോൾ സാബു മുന്നിലുണ്ടാവും. ഉണ്ടാവുമല്ലോ, ഉണ്ടാവും എന്ന് പറഞ്ഞ പടന്നെയാണ് അവള് ചെപ്പടോ വെള്ളം ഒക്കത്ത് അങ്ങോട്ട് വയ്ക്കും. അപ്പോൾ എനിക്ക് ഇതെന്താ ഒക്കത്ത് വെച്ചേ? ഇത്രയും സമയം 2 തൂക്കി പിടിച്ചോണ്ട്. അപ്പോൾ പറയും ഇപ്പം മക്കറ്റില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പം പറയും ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് ശാലിനി? ഇനി കുളിക്കാൻ പോവുക. അപ്പോൾ പറയും ഞാനും കുളിച്ചില്ല. അപ്പോൾ അറിയാം ആ കിണറ്റി കറിയുന്ന സാബു കുളിച്ചിട്ട് പോയിക്കോ.
അപ്പം പറയും ഞാൻ വരട്ടെ. എങ്ങോട്ട്? ശാലിനി കുളിക്കാൻ പോകുമ്പോൾ ശാലിനെ കൂടെ കുളിക്കാൻ. അപ്പോൾ ഓള് നല്ല ചിരിച്ചിട്ട് ഓളൊരു അങ്ങോട്ട് വന്നാൽ മതി, നാട്ടുകാരും വീട്ടുകാരും കൂടി മട്ടലെടുത്ത് അടിച്ച് ഓടിക്കുന്നറിയാം. അപ്പോൾ ഓന് ഓള് ചിരിച്ച് അങ്ങനെ പോകുമ്പോൾ പറയും മോളെ വികല്ലോ ഏട്ടൻ കൊണ്ടുതരണോന്ന്. അപ്പോൾ എന്ന് പറഞ്ഞ ചെപ്പട കൊള്ളായിട്ട് ഇങ്ങനെ ഇവിടെ തിരിഞ്ഞു അവൻ്റെ നേരെ നിൽക്കും. എന്താ വെച്ചേ? ഏട്ടനോ? അങ്ങനെയില്ല ഇനി വിളിക്കുക. അതെന്തിന്? എടി ഞാൻ എന്നെക്കാളും 2 വയസ്സിന് മൂത്തല്ലേ, അപ്പം അങ്ങനെ വിളിച്ചു. ഇത്രയും കാലം ഞാൻ സാബു എന്നല്ലേ വിളിച്ചേ, പിന്നെ അപ്പുറം ഇത്രയും കാലം പോലെയാണ് ഇപ്പം എൻ്റെ പെണ്ണാണെന്നല്ലേ പറഞ്ഞേ. അപ്പം ഏട്ടൻ വിളിക്കുക സാബു എന്നുള്ള പേര് ഉരുവിട്ട് മന്ത്രം ജപിച്ച് ജീവിച്ച ആളാണ് ഞാൻ ഇത്രയും കാലം. സാബുവിൻ്റെ പേരിനെയാണ് ഞാൻ കൂടുതൽ പ്രണയിച്ച്. സാബുവിനൊക്കെ എപ്പോഴേ കാണുന്നുള്ളൂ. സാബു എന്നുള്ള പേരും സാബുവിനും കൂടി ഞാൻ പ്രണയിച്ചു. അതുകൊണ്ട് ഇനി മേലാൽ ഏട്ടന്മാർ 2 വീട്ടിലുണ്ട്, ഒരേട്ടൻ സാബുവിൻ്റെ വീട്ടിലുണ്ട്. എൻ്റെ സാബു, ആ സാബു എന്നുള്ള നാമാണ് ഉണ്ട്. ആ നാമം ഈ മാറ്റരുത് എന്നെ കൊണ്ട്. മനസ്സിലായിക്കണോ? എടീ ഇങ്ങനെയൊക്കെ സംസാരിക്കൂ. ഞാൻ അങ്ങനെയൊക്കെ സംസാരിക്കും. ഇനി പറയോ ഏട്ടൻ? ഇല്ല, ഇനി ഈ ഏട്ടന്നേ വിളിക്കണ്ട, പൊയ്ക്കോ പറയാം. അങ്ങനെ വിളിക്കോടോ വെള്ളമായിട്ട് പോവാ. ഇന്നത്തെ കഥ നല്ല സൈലൻ്റായിട്ട് പറഞ്ഞില്ല ഞാൻ, ചിരിക്കൊന്നും ചെയ്യാണ്ട്. അപ്പം കുറേ സമയമായി പോയിട്ടുണ്ട് കേട്ടോ കുട്ടികളെ. ക്ഷമിക്ക്, കഥ പൂർത്തിയാക്കണ്ടേ. ഇവിടെ വെച്ചിട്ട് ഒരു നല്ലൊരു സ്ഥലത്ത് കൊണ്ടേ എത്തിക്കണ്ടേ. ടാറ്റ. എൻ്റെ കുട്ടികൾക്കൊക്കെ സുഖനിദ്ര, ശുഭനിദ്ര. ഗുഡ് നൈറ്റ്.